മെട്രോ റെയിൽ എന്ന തിരുവനന്തപുരത്തിന്റെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ചുവടുകൂടി വെക്കുന്നത്. ഇപ്പോൾ എൽദോ ചിറക്കിച്ചാലിൽ അദ്ദേഹം IT മേഖലാ വിദഗ്ധനാണ്. എൽദോ, ഈ IT മേഖലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നു എന്നത് ഏറ്റവും സ്വാഗതാർഹമാകുന്ന ഒന്നാണല്ലോ. IT മാത്രമല്ല, ഒരു പ്രദേശത്തിൻ്റെ തന്നെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മെട്രോകളെ കാണേണ്ടതുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും മെട്രോ സർവീസുകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും കേരളത്തിലേറെ വൈകിയാണ് മെട്രോ ഓടിത്തുടങ്ങിയത്. അതാകട്ടെ കൊച്ചിയിലാണ്. തിരുവനന്തപുരത്തേക്ക്, പ്രത്യേകിച്ച് ഈ തലസ്ഥാന നഗരിയിലേക്ക് മെട്രോ വരുമ്പോൾ അതിൻ്റെ സാധ്യതകളെ എങ്ങനെയാണ് കാണേണ്ടതെന്നോ? അഭിലാഷ്, ഞാൻ ആദ്യമായി ഒരു കാര്യം പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെരുവ് സമരങ്ങൾ നടക്കുന്ന, റോഡ് ഉപരോധങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. രണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാലറീഡ് ഗവൺമെന്റ് എംപ്ലോയീസ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരം. അതോടൊപ്പം ടെക്നോ പാർക്ക് ഉൾപ്പെടെ IT പ്രൊഫഷണൽസും മറ്റ് സമാന്തര ജോലികളിൽ ഉൾപ്പെടുന്നവർ ജോലി ചെയ്യുന്ന ഒരു നഗരം. വിദേശ ടൂറിസ്റ്റുകൾ, കോവളം ഉൾപ്പെടെയുള്ള വലിയ വിനോദ കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു നഗരം. ഇത്രയും പ്രത്യേകതകളുള്ള ഒരു നഗരത്തെ സംബന്ധിച്ച് നഗര ഗതാഗതം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് മെട്രോ അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഭിലാഷ് ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഈ ഹൈവേ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേ വികസനത്തിന്റെ യഥാർത്ഥ പ്രയോജനം കിട്ടണമെങ്കിൽ ഹൈവേ കണക്ട് ചെയ്യുന്ന നഗരങ്ങളിൽ കൂടി ഒരു ഏറ്റവും ഫലപ്രദമായ ഗതാഗത സംവിധാനം നടപ്പിലാകണം. അതിന് നമ്മുടെ ഇപ്പോഴുള്ള 3 സിറ്റികൾ, ഇപ്പോൾ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, കേരളത്തിലെ ഏറ്റവും മേജർ നഗരങ്ങളാണ്, ഏറ്റവും വലിയ നഗരങ്ങളാണ്. ഈ നഗരങ്ങൾ പഴയ ഒരു പ്ലാനിങ്ങിൽ ആണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പണ്ട് ഉള്ള ഒരു രീതിയിലുള്ള ക്രമീകരണങ്ങളുള്ള നഗരങ്ങളായതുകൊണ്ട് തന്നെ റോഡ് എക്സ്പാൻഷൻ ഉൾപ്പെടെയുള്ള ഒരു സൗകര്യങ്ങളും അവിടെ നമുക്ക് നടത്താൻ സാധിക്കില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ മെട്രോ ഏറ്റവും സ്വാഗതമായിട്ടുള്ള ഒരു ഗതാഗത സംവിധാനമാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം, ഒന്ന്, നമ്മളെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാം. നമുക്ക് ഓൺ ടൈം സ്ഥലങ്ങളിൽ എത്താം. ഇപ്പോൾ ഒരു ജോലിക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോ തിരുവനന്തപുരം കൊച്ചിക്ക് മറ്റ് 2 പ്രത്യേകതകളുള്ളത്, അവർക്ക് എയർ കണക്ടിവിറ്റി ഉണ്ട്. അങ്ങോട്ട് എത്തണമെങ്കിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രാഫിക്കിനെ പേടിക്കാതെ വളരെ സ്ട്രെസ് റിലീഫായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം. താങ്കൾ പറഞ്ഞതുപോലെ കൊച്ചി മെട്രോ ഞാൻ മിക്ക ദിവസങ്ങളിലും ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിലെ മറ്റ് മെട്രോകളും ഉപയോഗിച്ചിട്ടുണ്ട്, ഈ ഡൽഹിയും ബാംഗ്ലൂരും ഉൾപ്പെടെ. അപ്പോൾ കൊച്ചിയുടെ കാര്യം എടുത്താൽ തന്നെ പറയാൻ പറ്റും, കൊച്ചി KMR തന്നെ ആയിരിക്കും ഈ മെട്രോയിൽ നടപ്പാക്കുക എന്നുള്ള ഒരു പരാമർശം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൊച്ചി മെട്രോ പല ഘട്ടങ്ങളായിട്ടാണ് നടപ്പിലാക്കുന്നതെങ്കിലും അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ബെറ്റർ കണക്ടിവിറ്റിയാണ്. മെട്രോയെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യം കണക്ടിവിറ്റിയാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു അലൈൻമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ആക്സസ് വേണം. ഇപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട്, അവിടേക്കുള്ള ഡയറക്റ്റ് ആക്സസ്. പിന്നെ ഇവിടെ സെക്രട്ടേറിയറ്റ്, ടെക്നോ പാർക്ക്, അവിടുത്തെ ഒരുപാട് ആളുകൾ വരുന്ന 2 സ്ഥലങ്ങളാണ്. പിന്നെ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും വളരെ ആശ്വാസകരമായിരിക്കും. സാധാരണ മെഡിക്കൽ കോളേജും ഈ അലൈൻമെന്റിന്റെ ഭാഗമായുള്ള റൂട്ട് മാപ്പിൽ കാണുന്നുണ്ട് നമ്മൾ. അതെ. അപ്പോൾ ഈ കണക്ടിവിറ്റി, ബെറ്റർ കണക്ടിവിറ്റിയോടെ ഈ മെട്രോ നടപ്പാക്കിയാൽ അത് തീർച്ചയായിട്ടും ഗതാഗത സൗകര്യങ്ങളെ, നമ്മളുടെ ആളുകളുടെ യാത്രാ സൗകര്യത്തെ മാറ്റിമറിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിൽ ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോകുന്നത് ആലുവ വരെയും മെട്രോയിൽ പോയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ആലുവ ടു എയർപോർട്ട് അടുത്ത ഘട്ടത്തിലാണ് നടപ്പിലാക്കുക. പക്ഷെ ഇവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അവിടെ ഒരു ഫീഡർ ബസ് ഉണ്ട്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ നിന്നുള്ള ഫീഡർ ബസ്സിൽ കൂടി നമുക്ക് ആലുവയിൽ നിന്ന് എയർപോർട്ടിലെത്താം. ഇതുപോലെ തന്നെ പാലാരിവട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് മെട്രോ കണക്ടിവിറ്റി ഇപ്പോഴായിട്ടില്ലെങ്കിലും ഫീഡർ ബസ് സൗകര്യം അവർ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ കണക്ടിവിറ്റി, ഇത് 1-2 ഘട്ടങ്ങളായിട്ട് ഇത് നമുക്ക് ഈ മെട്രോ 31 കിലോമീറ്റർ ഒക്കെ നമുക്ക് നടപ്പാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ബെറ്റർ കണക്ടിവിറ്റി, അലൈൻമെന്റ്, ഇതെല്ലാം ഉൾപ്പെടെ മെട്രോ നമുക്ക് നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റി ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിൽ വലിയ ഒരു കാര്യമില്ല. അനുഭവമാണ്. ഈ കൊച്ചിയിൽ ആദ്യം നടപ്പിലാക്കിയപ്പോൾ ഇത് എങ്ങനെ ലാഭകരമാകും എന്നുൾപ്പെടെ ഒരുപാട് സംശയങ്ങൾ വന്നു. ഒരിക്കലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എപ്പോഴും ലാഭകരമാക്കാൻ വേണ്ടി മാത്രമല്ല നടത്തുന്നത്. അത് നമ്മളൊരു ബിസിനസ് രീതിയിൽ മാത്രം കാണേണ്ടതല്ല. നമ്മുടെ KSRT ഒരിക്കലും ലാഭകരമായിട്ടുള്ള ഒരു സംവിധാനമൊന്നുമല്ല. സർവീസ് എന്ന നിലയിലേക്ക് അതിനെ കാണേണ്ടതുണ്ട്. അതിന്റെ സാമ്പത്തിക നേട്ടം പിന്നീട് ഉണ്ടായാൽ പോലും തുടക്കത്തിലെ നഷ്ടമോ അല്ലെങ്കിൽ ഏറെക്കാലത്തെ നഷ്ടമോ അല്ല കണക്കാക്കേണ്ടത്, അല്ലേ?
തീർച്ചയായിട്ടും നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആയാലും അവിടുത്തെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഡെയിലി ലൈഫിൽ, അവരുടെ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊള്ളൂ അഭിലാഷിന് ഏറ്റവും കൂടുതൽ അവരുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ അവർക്ക് ബെറ്റർ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ കൂടിയുള്ള ഒരു ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയോജനം. മെട്രോ ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമുക്ക് ഈ ബസ്സിലൊക്കെ നമ്മൾക്ക് കുട്ടികൾക്ക് യാത്ര ചെയ്യുന്നതിന് ഈ കൺസെഷൻ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ റെയിൽവേയിലാണെങ്കിൽ സീസണൽ ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളൊക്കെ കൊച്ചി മെട്രോയിലുണ്ട്. നമുക്ക് ഒരു മാസത്തേക്ക് പാസ് എടുക്കുമ്പോൾ അതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ വാട്സപ്പ് ഇതിൽ കൂടി എടുക്കുമ്പോൾ ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാശ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കേരളത്തിലെ നമ്മുടെ ഒരു ക്ലൈമറ്റ് ആലോചിക്കൂ. ഒന്നല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ട്, അതല്ലെങ്കിൽ മൺസൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത മൺസൂൺ. ഈ അവസരത്തിലൊക്കെ നമ്മൾ നേരെ ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലോ കയറി AC ട്രെയിനിലിരുന്ന് നമ്മൾ ആക്സസ് ചെയ്യേണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് നിലത്തിറങ്ങാതെ ഇതിൽ നേരെ നടന്ന് അതിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഗുണം കൂടിയുണ്ട്. ഞാനത് വളരെയേറെ അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഇതിനെ നോക്കിക്കാണണം. നമ്മളത് എത്ര ലാഭകരമാകുമെന്ന് എന്നതിനപ്പുറം ഇപ്പോൾ ഇതിന്റെ വരുമാനം ആളുകൾ കയറുന്ന രീതിയിൽ മാത്രമല്ല, പരസ്യ വരുമാനമുണ്ട്. ഇത് കണക്ട് ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമുകളിൽ കൂടി ഇപ്പൊ മെട്രോ സ്റ്റേഷനൊക്കെ കൊച്ചിയിൽ ചില പരിപാടികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഓരോ മെട്രോ തൂണുകളും പരസ്യങ്ങളാണ്. നമുക്ക് ഇതിൽ കൂടി പോയാൽ അറിയാം. അപ്പൊ ഇതര വരുമാന മാർഗങ്ങളിൽ കൂടി ആളുകളുടെ യാത്രയ്ക്ക് ഏറ്റവും സൗകര്യകരമായിരുന്ന ഒരു സംവിധാനമാണ് മെട്രോ എന്നതിൽ സംശയമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ പ്രോത്സാഹനം മെട്രോയിൽ കൂടി മാത്രമേ നഗരങ്ങളിൽ കൂടി നമുക്ക് നടപ്പാക്കാൻ പറ്റൂ. നമ്മളെല്ലാവരും അടുത്ത കാലഘട്ടത്തിൽ സംസാരിക്കാൻ പോകുന്ന പൊല്യൂഷൻ, ഇത് മെട്രോ നമുക്കറിയാം, ഇത് മെട്രോ ഇലക്ട്രിക് പവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കൺട്രോൾ എന്നതിന് നഗരങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ്. ഒരു മെട്രോയിൽ ഓരോ 10 മിനിറ്റ്സ് ഇടവേളകളിലാണ് ഇപ്പോൾ കൊച്ചിയിൽ മെട്രോ നടക്കുന്നത്. അപ്പൊ അത്രയും ആളുകളെ ഉൾക്കൊണ്ടാണ് ഇത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പൊല്യൂഷൻ എന്നതിലേക്കുള്ള ഒരു മാർഗമാണ്. ഒപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും ഒരു യാത്രക്കാരൻ മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും 4 വീലറൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ മഴക്കാലമായാൽ 2 വീലറിലൊക്കെ ഉദ്യോഗസ്ഥർക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് കുറച്ചുകൂടിയൊക്കെ കംഫർട്ടാകുന്ന യാത്രാ സൗകര്യമുണ്ട് എങ്കിൽ ഈ വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണം കുറയും. അപ്പോൾ സ്വാഭാവികമായി ആ നഗരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് കുറച്ച് ശമനമുണ്ടാകും. ഒപ്പം ഈ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന യാത്രയും ലഭിക്കുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചു. കാരണം ഇപ്പോൾ കേരളത്തിലെ 2 കാര്യങ്ങൾ ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ ചൂടും മഴയും, അതോടൊപ്പം തന്നെ ഈ ട്രാഫിക്. കൊച്ചിയിലായാലും ട്രിവാൻഡ്രത്താണെങ്കിലും ഈ ട്രാഫിക്കിന്റെ പ്രോബ്ലം എപ്പോഴും ഉണ്ടാകാറുണ്ട്. 2 നമ്മുടെ രാഷ്ട്രീയ സമരങ്ങളും ഒന്നും ഇപ്പോഴും തെരുവിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സാഹചര്യമല്ല നമുക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം മൂലം നമുക്ക് ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെങ്കിൽ നമ്മൾക്കൊരു ഉറപ്പില്ല. നമ്മൾ എത്തിപ്പെടുമെന്നുള്ള സമയത്ത് അവിടെ എത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. നമ്മളൊരു ഗൂഗിളിൽ ഒരു ടൈം ക്രമീകരിച്ചാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഒരു റോഡ് ഉപരോധമോ ഒരു സമരമോ എല്ലാം വന്നാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വന്നാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ്. നമ്മുടെ യാത്രകളൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്ലാൻ ചെയ്യാം. പക്ഷെ ഈ ഡെയിലി ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഈ മെട്രോയിൽ കൂടി നടത്താൻ പറ്റും. 2 ഈ പറഞ്ഞ പോലെ മറ്റ് ഗതാഗത സൗകര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ നമ്മൾ ചെലവഴിക്കുന്ന പണം അതായത് KMRL തന്നെയായിരിക്കും ഇതിന്റെ ചുമതല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്രീ ലോക്നാഥ് ബെഹ്റ